യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് കുഞ്ഞുങ്ങളെപ്പോലെയാവുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം, നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെയാവുക. സത്യത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഈശോ പറയുന്നത്. ഓർത്തേൻ, ഞാനും നിങ്ങളും എന്നും ആഗ്രഹിക്കുന്നത് വലുതാകാൻ വേണ്ടിയിട്ടാണ്, വലിയവരാവുക, പക്വതയുള്ളവരാവുക. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെപ്പോലെ ആകണം. ശിശുക്കളെപ്പോലെ ആയെങ്കിലേ നിങ്ങൾ എൻ്റെ സ്നേഹരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. യേശുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു വിശ്വാസിക്ക് എന്നും ഒരു ശിശുസഹജമായൊരു മനസ്സ് സൂക്ഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ആധുനികമായ പരസ്യങ്ങളിലുടനീളം ഒരു ശിശുവിനെയും ഒരു പ്രായപൂർത്തി വന്നവനെയും പലപ്പോഴും പരിചയപ്പെടുത്താറുണ്ട്. ശിശുക്കളെക്കുറിച്ചുള്ള പരസ്യങ്ങൾ പലത് വരുമ്പോഴും പ്രായപൂർത്തി വന്നവർക്ക് പോലും വലിയ താല്പര്യമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളിലെല്ലാം ഒരേ സമയം ഒരു ശിശുവുണ്ട്, ഒരു പ്രായപൂർത്തി വന്നവനുണ്ട്. നാം ഈ പ്രഭാഷണം കേൾക്കുന്ന നേരത്ത് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ചും നമ്മുടെ ധ്യാന ചിന്തയായി സൂക്ഷിക്കേണ്ടത്, എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളിലെ ശിശു എൻ്റെ ഉള്ളിലെ പ്രായപൂർത്തി വന്നവനെ കീഴടക്കട്ടെ എന്ന് ആഗ്രഹിക്കണം. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന നാം ചൊല്ലേണ്ടത്? 2-3 കാര്യങ്ങൾ ഒരുപക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരു ശിശുവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ശിശുവിന് ഒരു ടോട്ടൽ ഡിപ്പെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ്. ഒരു മുഴുവൻ ആശ്രയത്വ ബോധമുള്ള വ്യക്തിയാണ് ഒരു ശിശു എന്ന് പറയുന്നത്. ശിശു സന്തോഷം തോന്നുമ്പോൾ ചിരിക്കും, അതുപോലെ തന്നെ കുഞ്ഞിന് വിഷമം വരുമ്പോൾ കരയും. ഒരു കുഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കുഞ്ഞ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നാൽ പ്രായപൂർത്തി വന്നവൻ ചിരിക്കുകയോ കരയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അർത്ഥമാകണം നിർബന്ധമില്ല. പ്രായപൂർത്തി വന്നവർ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യും, ഉള്ളിൽ സൂക്ഷിക്കും. എന്നാൽ കുഞ്ഞുങ്ങളെല്ലാം പ്രകടിപ്പിക്കും. കുഞ്ഞുങ്ങൾക്കറിയാം, പപ്പയോ മമ്മിയോ ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4 നമ്മൾ വായിക്കുന്നത്, എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾ എന്നും ഒരാശ്രയത്വ ബോധമുള്ള വ്യക്തിത്വങ്ങളാണ്. എന്നാൽ പ്രായത്തിൽ നമ്മൾ വളരുമ്പോൾ പലപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യമനുസരിച്ച് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും, എൻ്റെ ഇഷ്ടമാണ് സത്യത്തിൽ ഏറ്റവും വലുത്, ഞാൻ ചിന്തിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തുടങ്ങി ഒരു 100 കണക്കിന് കാര്യങ്ങൾ ഞാനും നിങ്ങളും പറയും. കാരണം കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പിടിയില്ല. കുഞ്ഞായിരുന്നപ്പോഴും എനിക്ക് കാര്യങ്ങൾ പിടിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മൾ ഓർക്കണം, എന്നിലും നിങ്ങളിലും ഒരു കുഞ്ഞുണ്ട് എന്ന്. സത്യത്തിൽ സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം അവസാന അധ്യായം 21-ാമത്തെ അധ്യായത്തിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്നൊരു സംഭവമുണ്ട്. പത്രോസും കൂട്ടരും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാത്തൊരു സന്ധിയിൽ പഴയ ജോലിക്ക് വേണ്ടി പോവുകയാണ്. മീൻ പിടിക്കാനാണ് അവർ പോകുന്നത്. അവർ രാവും പകലും അധ്വാനിച്ച്, പക്ഷേ അവർക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. ഇങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന നേരത്താണ് യേശു അവരുടെ അടുത്തേക്ക് വരുന്നത്. ഈശോ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? സഹോദരങ്ങളെ, ഓർക്കുക, പത്രോസും കൂട്ടനും നല്ല പ്രായമുള്ള ആളുകളാണ്. എന്നിട്ടും യേശു എന്തുകൊണ്ടാണ് ആ വിധം ചോദിക്കുന്നത്? നിങ്ങൾ കുഞ്ഞാണെന്നറിയണം. നിങ്ങൾ നിങ്ങളിൽ തന്നെ ആശ്രയിച്ച് പോകേണ്ടവരല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നിങ്ങളിൽ തന്നെ ആശ്രയിച്ച് പോകുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ അറിയണം. നമ്മൾ ആവശ്യത്തിലധികം വളർന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദനയും പരാധീനതയും. പഴയ നിയമത്തിൽ ആശ്രയത്വ ബോധം വളർത്താൻ ദൈവം പ്രവാചകന്മാരെ പലരെയും നിയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗിദെയോനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇസ്രയേൽ ജനത്തെ മിദ്യാൻകാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ
ദൈവം തിരഞ്ഞെടുത്ത കഥാപാത്രമാണ് ഗിദെയോൻ. ഗിദെയോൻ അവനെ വിളിക്കുന്ന നേരത്ത് സത്യത്തിൽ അവൻ ഒരു മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മേച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നുകൊണ്ടാണ് പറയുന്നത്, ഇസ്രയേലിനെ മിദിയാൻകാരിൽ നിന്ന് മോചിപ്പിക്കാൻ നിന്നെയാണ് നിയോഗിക്കുന്നത് എന്ന്. അവൻ പറഞ്ഞു, ദൈവമേ, ഞാനൊരു കുഞ്ഞാണ്, എനിക്ക് ഒന്നും ചെയ്യാനുള്ള പ്രാവീണ്യമില്ല. മനാസെ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ വംശമാണ് എൻ്റേത്. ഇനി ആ കുടുംബത്തിൽ തന്നെയും ഞാൻ ഏറ്റവും ഇളയവനാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനോട് പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടണ്ട, ഞാനാണ് വിളിച്ചത്, അതുകൊണ്ട് നിനക്ക് വരാം. സഹോദരങ്ങളെ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിൽ തോന്നി, എന്തായിരുന്നാലും യുദ്ധത്തിന് പോകുന്നതാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ വ്യക്തികളുമായിട്ട് കൂട്ടുചേർന്നിട്ട് വേണം യുദ്ധത്തിന് പോകാൻ, എങ്കിലേ നമ്മൾ വിജയിക്കൂ. കാരണം അവനിലെ പ്രായപൂർത്തി വന്നവൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, ദൈവം സഹായിക്കുമെങ്കിലും കുറേയൊക്കെ നീ കരുതണ്ടേ എന്നുള്ള ചില കാര്യങ്ങൾ അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ 32,000 പേരടങ്ങുന്ന ഒരു പടയുമായി യുദ്ധത്തിന് പോകുവാൻ ഒരുങ്ങുന്ന നേരത്ത് തലേ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ കൊടുത്തു. അവനോട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, ഗിദെയോനെ, നീ ഇത്രയധികം പേരുമായി യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. നീ അങ്ങനെ പോയാൽ നിനക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്ത് തോന്നാൻ സാധ്യത? നിൻ്റെ കായിക ബലത്തിലും നിൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തികളുടെ ബലത്തിലുമാണ് യുദ്ധം വിജയിച്ചതെന്ന്. മാത്രവുമല്ല, ഇവർ സത്യത്തിൽ എന്നെ ആശ്രയിച്ചോ ആണോ മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ ഒരു ടെസ്റ്റ് കൂടി എനിക്ക് നടത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യമേ നീ ചെയ്യേണ്ടത് കൂട്ടത്തിൽ ഭയമുള്ള ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടേക്കുക. ഭയമുള്ള ആളുകളെ പറഞ്ഞപ്പോൾ തന്നെ, ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ 32,000 പേരിലുള്ളവരിൽ 22,000 പേരും തിരിച്ചുപോയി. ബാക്കി 10,000 പേരേ ഉള്ളൂ. ഓക്കെ, ഇനി 10,000 പേര് വെച്ച് യുദ്ധത്തിന് പോകാമെന്ന് ആലോചിച്ചു. സഹോദരങ്ങളെ, ഈ 10,000 പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നേരത്ത് ദൈവം വീണ്ടും അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവർ ഇനിയും എന്നെയാണോ ആശ്രയിക്കുന്നത്, തന്നിൽ തന്നെയാണോ ആശ്രയിക്കുന്നത് എന്നറിയാൻ എനിക്കൊരു പരീക്ഷണം കൂടി നടത്തണം. എന്താണ് പരീക്ഷണം? അങ്ങ് അകലെ ഒരു അരുവി കാണുന്നുണ്ടല്ലോ, ആ അരുവിയിൽ ചെന്ന് വെള്ളം നക്കി കുടിക്കാൻ ഇവരോട് നീ പറയണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ഈ 10,000 പേരിൽ 9,700 പേരും മുട്ടുകൾ കുത്തി കൈകളിൽ വെള്ളമെടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ 300 പേരാകട്ടെ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അടയാളമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്തുകൊണ്ട് വായോടടുപ്പിച്ചു. നമുക്കറിയാം, കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് വായോടടുപ്പിക്കുന്ന സമയത്ത് വെള്ളം നമ്മുടെ വായിലെത്തണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപ വേണം, അല്ലെങ്കിൽ കൈവെള്ളക്കയിൽ നിന്ന് വെള്ളം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവം ഗിദെയോനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ 9,700 പേരെയും മാറ്റിവെച്ചുകൊണ്ട് 300 പേരെ കൊണ്ട് നീ യുദ്ധത്തിന് പോവുക. സഹോദരങ്ങളെ, ഈ 300 പേരുമായി അവർ യുദ്ധത്തിന് പോയി മിദ്യാൻകാരിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഗിദെയോനെയും ഇവരെയും ദൈവം പ്രയോഗിച്ചു. എന്തുകൊണ്ടായിരിക്കും സത്യത്തിൽ ഈ വിധം ഒരു ടോട്ടൽ ഡിപ്പെൻഡൻസി ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മൾ ഓർക്കുക, ഒരിക്കലും ഇതളല്ല പുഷ്പമെന്ന് പറയുന്നത്, തണ്ടല്ല ഒരു ചെടി എന്ന് പറയുന്നത്. ഇതളിന് അതിൽ തന്നെ നിലനിൽപ്പില്ല, അതൊരു പൂവാകുന്നുമില്ല, അതൊരു പൂവിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതുപോലെ തന്നെ ഒരു തണ്ടിന് അതിൽ തന്നെ നിലനിൽപ്പില്ല, അത് വൃക്ഷത്തിൻ്റെ തായ്വേരുമായി ഒരുപാട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കുറേ നാളുകൾ പ്രസംഗിച്ച് കഴിയുമ്പോൾ, കുറേ കാലങ്ങൾ ഗാനങ്ങൾ ആലപിച്ച് കഴിയുമ്പോൾ, കുറേ കാലങ്ങൾ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ, ധനമുണ്ടാകുമ്പോൾ, സ്വാധീനമുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആകാൻ, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് പോകുമെന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സഹോദരങ്ങളെ, ദൈവം പറയും, ഇതാ നിന്നിലെ കുഞ്ഞിനെ നീ ഉദ്ദീപിപ്പിക്കുക, നിന്നിലെ കുഞ്ഞിനെ നീ ബലപ്പെടുത്തുക, നീ എന്നും ഒരു കുഞ്ഞാണെന്ന് നീ ഓർക്കണം. സത്യത്തിൽ സഭയിൽ ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്ത ഒരുപാട് നൽകിയ ഒരു വിശുദ്ധാത്മാവാണ് ലിസുവിലെ തെരേസ. അവളുടെ പേര് പോലും കൊച്ചു തെരേസ്യ എന്നാണ്. പേരുകൊണ്ട് പോലും വലിയ തെരേസയാകാൻ അവൾ ആഗ്രഹിച്ചില്ല എന്നാണ് അർത്ഥം. അധിക കാലമൊന്നും അവൾ ജീവിച്ചില്ല. 24-ാമത്തെ വയസ്സിൽ അവൾ മരിച്ചുപോയി. എല്ലാ വർഷവും
ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് തിരുസഭയിൽ അവളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. സഹോദരങ്ങളെ, അവൾ എന്നും ആഗ്രഹിച്ചത് കൊച്ചു ത്രേസ്യയാകണം, എനിക്കൊരു കുഞ്ഞാകണം. എന്നിട്ട് അതിൻ്റെ കാരണം കൂടി അവൾ പറയുന്നുണ്ട്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഒരു ചെറിയ തെരേസയായാൽ, ഞാനൊരു കുഞ്ഞായാൽ എൻ്റെ ഈശോയ്ക്ക് എന്നെ ക്യാരി ചെയ്യാൻ എളുപ്പമാണ്, എന്നെ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഞാൻ ഭയങ്കര വലിയ വടവൃക്ഷമായി പോയാൽ എൻ്റെ ദൈവത്തിന് എന്നെ കൊണ്ടു നടക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, ചില മനുഷ്യർ ഒരുപാട് വലുതായിപ്പോയി, അതുകൊണ്ട് അവരെ ഉപദേശിക്കാൻ പറ്റില്ല, അവരെ ഗൈഡ് ചെയ്യാൻ പറ്റില്ല. അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ എല്ലാ വിധത്തിലും റെസിസ്റ്റ് ചെയ്യും. കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, വലുതായിപ്പോയി, കൂടുതൽ വലുതായിപ്പോയി. ഞാനും നിങ്ങളും ഒരുപാട് ചില സമയങ്ങളിൽ ചില മേഖലകളിൽ വലുതായി പോകുന്നു എന്നുള്ളതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും കുഞ്ഞാണെന്നോർക്കണം, കുഞ്ഞിനെ ഉദ്ദീപിപ്പിക്കണം. കുഞ്ഞിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, കുഞ്ഞിന് ഒരു ചരിത്രമില്ല. ചരിത്രമില്ലാത്ത ജീവിയാണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും ചരിത്രമുണ്ട്. കുടുംബചരിത്രം, അക്കാഡമിക് ചരിത്രം, വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട ചരിത്രം, സഭയിലുള്ള ചരിത്രം എന്ന് തുടങ്ങി ഒരു 100 കണക്കിന് ചരിത്രം നമുക്കുണ്ട്. എന്നാൽ കുഞ്ഞിന് ചരിത്രമില്ല. നമുക്കറിയാം, ചരിത്രം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും മുറിവേൽപ്പിച്ച കഥകളുണ്ട്, നേടിയെടുത്ത കഥകളുമുണ്ട്. ഞാനും നിങ്ങളും നേടിയെടുത്ത, സമാഹരിച്ച ഒരുപാട് സംഭവങ്ങളുണ്ടായിരിക്കും. ഒപ്പം ആ സമാഹരിക്കുന്നതിനിടയിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച കഥകളും ധാരാളമായിട്ടുണ്ടായിരിക്കും. എന്നാൽ കുഞ്ഞിന് ചരിത്രമില്ല. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, വലിയൊരു തത്വചിന്തകൻ പറഞ്ഞത്, ഒരു കുഞ്ഞെന്ന് പറയുന്നത് ടാബുല റാസയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ബ്ലാങ്ക് സ്ലേറ്റാണ്. അത് നമ്മൾ എന്തു വേണമെങ്കിലും എഴുതാം. ഒന്നും എഴുതാത്ത ഒരു ബ്ലാങ്ക് സ്ലേറ്റാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സ്. കാരണം കുഞ്ഞിന് ചരിത്രമില്ല. സഹോദരങ്ങളെ, ഇതുകൊണ്ടായിരിക്കണം ഈശോ ശിഷ്യന്മാരോട് പറയുമ്പോഴും, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യഹൂദ പണ്ഡിതനായ നിക്കോദെമോസ് വന്ന് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്ന മറുപടി ഇതാണ്: നീ വീണ്ടും ജനിച്ച് ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നീ പണ്ഡിതനായിപ്പോയി, നീ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുപോയി, ഒരുപാട് ജ്ഞാനം നിനക്ക് കിട്ടിപ്പോയി. എന്തു പറ്റി? നീ വലിയ ചരിത്രമുള്ള വ്യക്തിയായി പോയതുകൊണ്ട് മുറിവേൽപ്പിച്ച സംഭവമുണ്ട്, നീ തന്നെ നേടിയെടുത്ത സംഭവമുണ്ട്. ചരിത്രമില്ലാത്ത വ്യക്തിയായി, ഒന്നുമില്ലാത്തവനെ പോലെ നീ വരാമെങ്കിൽ നീ നിത്യജീവൻ പ്രാപിക്കുന്ന വ്യക്തിയായിട്ട് മാറും. സഹോദരങ്ങളെ, ചരിത്രം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അത് കുഞ്ഞിനില്ല. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാനായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കാം. ദൈവമേ, ഒരുപാട് ചരിത്രം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഞങ്ങളെ വേദനിപ്പിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളവർ, ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളവർ, ഞങ്ങളെ ഒരുപാട് അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർ, അങ്ങനെയുള്ള വ്യക്തികളെയും സംഭവങ്ങളെയും ഒക്കെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി ഒരു കുഞ്ഞു മനസ്സിൻ്റെ ബ്ലാങ്ക് സ്ലേറ്റാക്കി ഞങ്ങളുടെ മനസ്സിനെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നിൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒറീസയിലാണ്, ഒറീസയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഒരു ധരം സിംഗ് എന്ന് പറയുന്ന മനുഷ്യനെയാണ് ഒരു ലോറി വന്ന് ഇടിച്ച് താഴെയിടുന്നത്. അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ അയാൾ മരിച്ചില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി പോയി. ഓർമ്മശക്തി പോയപ്പോൾ പാരൻസിനെ തിരിച്ചറിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിത പങ്കാളിയെയോ കുഞ്ഞിനെയോ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും കരുതി അദ്ദേഹത്തിൻ്റെ ജീവിതം തീർന്നുവെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം തീർന്നില്ല. ഒരു പത്രപ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എല്ലാവരും പറഞ്ഞു എൻ്റെ ജീവിതം തീർന്നുവെന്ന്. സത്യത്തിൽ എൻ്റെ ജീവിതം പുതുതായിട്ട് തുടങ്ങുകയാണ്. പലതും മറന്നു കളഞ്ഞതുകൊണ്ട്, പലതും മറന്നു പോയതുകൊണ്ട് എൻ്റെ പഴയകാല ജീവിതമൊക്കെ ഒന്ന് മറക്കാൻ എനിക്ക് പറ്റി. ഇന്ന് എനിക്ക് പുതിയ ആളെപ്പോലെ ജീവിക്കാനായിട്ട് പറ്റുന്നു. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൽ ആകുന്ന വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് ബൈബിൾ പറയും. 2 കൊറിന്ത്യൻസ് 5:17. യേശുക്രിസ്തുവിൽ ആകുന്ന വ്യക്തി, അവനെ കണ്ടുമുട്ടുന്ന വ്യക്തി, അവനിലേക്ക് വരുന്ന വ്യക്തി, അവൻ വെൽക്കം ചെയ്യുന്ന വ്യക്തി പുതിയ സൃഷ്ടിയാണ്. ഒരു ന്യൂ ബോൺ ക്രിയേഷൻ ആകാനാണ് വിശ്വാസിയുടെ വിളി. പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ ഒരു കുഞ്ഞാക്കി മാറ്റണമേ എന്ന്. ഇനി മൂന്നാമതായി,
കുഞ്ഞിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതിജീവനത്തിനുള്ള ശക്തി കുഞ്ഞിന് പ്രായപൂർത്തി വന്നവരേക്കാൾ അധികമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വളരെ സിമ്പിളായൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞാണ് ഒരു കിടക്കപ്പായയിൽ നിന്ന് താഴെ വീഴുന്നതെങ്കിൽ കുഞ്ഞിന് പെട്ടെന്ന് റിക്കവറി ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞിൻ്റെ ശരീരത്തിലെ മുറിവോ അല്ലെങ്കിൽ ഇൻറ്റേണലായ മുറിവുകളോ പോലുമോ പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടും, സൗഖ്യപ്പെടും. എന്നാൽ വന്ന ഒരു 70 വയസ്സുകാരൻ കിടക്കയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അയാൾ എഴുന്നേൽക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാ, കുഞ്ഞിന് അതിജീവനത്തിൻ്റെ ശക്തിയുണ്ട്. ഇതുകൊണ്ടാണ് ആഫ്രിക്കൻ സംസ്കാരങ്ങളിൽ 3 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങളെ ചില ഗോത്രവർഗ്ഗക്കാർ കാട്ടിൽ ഉപേക്ഷിച്ച് കളയും. ഒരു രാത്രിയും പകലുമായി കുഞ്ഞിനെ കാട്ടിൽ തള്ളി മാറ്റിയിട്ട് അവരുടെ മാതാപിതാക്കൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കും. കാട്ടിൽ തന്നെ മറ്റ് മരങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കും. ഒളിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കുഞ്ഞ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത് കാണാൻ. വന്യമൃഗങ്ങൾ വന്നേക്കാം, കുഞ്ഞിന് ഇരുട്ടിനെ പേടിച്ചേക്കാം, വെളിച്ചം കാണുമ്പോൾ സന്തോഷം വന്നേക്കാം. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ വലിയ പ്രായപൂർത്തി വന്നവർ അതിജീവിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കുഞ്ഞ് അതിജീവിക്കുന്നത് കാണുമ്പോൾ മാറി ഇലകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന പാരൻസ് വളരെ സന്തോഷവാന്മാരായിരിക്കും. കാരണം കുഞ്ഞ് വളരെ ചെറുപ്പത്തിലെ അതിജീവനത്തിന് വേണ്ടി പഠിച്ചു. കുഞ്ഞുങ്ങൾക്ക് അതിജീവനത്തിനുള്ള ശക്തി പ്രായപൂർത്തിയുള്ളവരെക്കാൾ അധികമായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെയൊക്കെ റോഡ് പണി നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർ അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് വഴിയരികിലായിരിക്കാം പ്രസവിച്ച് വീഴുന്നത്. പക്ഷേ ആ കുഞ്ഞിനെ ഒരു മരണവും വന്നു കൊണ്ടുപോകില്ല. ആ കുഞ്ഞിനെ ഒരു പക്ഷേ കൊട്ടാരത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളുടേതുപോലുള്ള ഒരു രോഗവും പീഡിപ്പിക്കാനും ഇടയില്ല. കാരണം മറ്റൊന്നുമല്ല, അതിജീവനത്തിനുള്ള ശക്തി അധികമായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും പ്രായപൂർത്തി വരുന്നതിനനുസരിച്ച് ആന്തരികമായ അതിജീവനത്തിന് ബുദ്ധിമുട്ടാണ്, ഒപ്പം ശാരീരികമായ അതിജീവനത്തിനും ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് കൂടി ഈശോ പറഞ്ഞു, മകനെ മകളെ, നീ കുഞ്ഞായിരിക്കണം, നീ കുഞ്ഞിനെ പോലെ ആയിരിക്കണം. നമുക്ക് ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ആവശ്യത്തിലധികം ഞങ്ങൾ പഠിച്ചു പോയെങ്കിൽ ഇനി ഞങ്ങളെ പഠിപ്പിക്കരുത്. ഈശോയെ, ആവശ്യത്തിലധികം ചരിത്രം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളെ നീ ചെയ്ത് കളയണമേ, മായ്ച്ച് കളയണമേ. കർത്താവെ, പ്രായപൂർത്തി വന്നവനെ, ഞങ്ങളുടെ ഉള്ളിലെ ശിശു എപ്പോഴും കീഴടക്കുവാൻ നീ അവസരമൊരുക്കണമേ. ശിശുവിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപാസന ഉപാസന
എല്ലാ ആരാധനയ്ക്കും യോഗ്യനായവനും പരിശുദ്ധരിൽ പരിശുദ്ധനുമായ യേശു കർത്താവിൻ്റെ മുമ്പിലാണ് നാം എല്ലാവരും ആഗതരായിരിക്കുന്നത്. ഈ കർത്താവിലാണ് നമ്മുടെ മുഴുവൻ പ്രത്യാശയും സംരക്ഷണവും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുക സാധ്യമല്ല. ഫിലിപ്പിയർ 4:13 നമ്മൾ വായിക്കും, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതേ, കർത്താവിലൂടെ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യുക സാധ്യമുള്ളൂ. കർത്താവെ, ഞങ്ങൾ അറിയുന്നു മാനുഷികമായി ചെയ്യാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ ഞങ്ങൾക്ക് നിയന്ത്രണമില്ല. ഞങ്ങളുടെ ചിന്താഗതികൾക്ക് വേലിക്കെട്ടുകളില്ല. ഞങ്ങളുടെ തകർച്ചകൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ശ്രദ്ധേയരാവുക ഞങ്ങൾക്കൊരിക്കലും മാനുഷികമായി സാധ്യമല്ല. എന്നാൽ എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമുക്ക് സമ്പൂർണമായിട്ട് കൊടുക്കാം. അപ്പൻ്റെ മടിയിൽ ചാഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, ഒരു മാതാവിൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ സ്നേഹത്തോടെ നമുക്ക് പറയാം, ഓ കർത്താവേ, നിന്നിൽ ഞങ്ങൾ പരിപൂർണമായി ശരണം ഗമിക്കുന്നു. നിന്നിൽ മാത്രം ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു. കാരണം നിന്നോട് ഒട്ടി നിന്നാൽ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവനോട് ചേർന്ന് നിന്ന് പോകാത്തത് കൊണ്ടല്ലേ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റിയത്. അവനിൽ വിലയം പ്രാപിക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ വീണു പോയത്. കർത്താവിൽ നമുക്ക് വിലയം പ്രാപിക്കാം. അവനോട് നമുക്ക് ചേർന്നിരിക്കാം. അവൻ്റെ കരം പിടിച്ച് നമുക്ക് സഞ്ചരിക്കാം. കർത്താവെ, അങ്ങയുടെ കരം പിടിച്ച് നടക്കാനും അങ്ങയോടൊപ്പം യാത്ര ചെയ്യുവാനും അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ യേശു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കർത്താവായ ഈശോയെ, പത്രോസ് അപ്പസ്തോലൻ വളരെ ചഞ്ചല ഹൃദയമുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. അവൻ വീണു പോകുന്നവനായിരുന്നു. അവൻ അങ്ങയെ തള്ളിപ്പറയുന്നവനായിരുന്നു. അവൻ വിശ്വാസ വഞ്ചന കാണിക്കുന്നവനായിരുന്നു. എന്നാൽ അവിടുത്തെ സ്നേഹം പരിപൂർണമായി അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് അവൻ്റെ ജീവിതം സമ്പന്നമായപ്പോൾ, ഏറെ വിപരീതമായ സാഹചര്യത്തിൽ പോലും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ അവന് കഴിഞ്ഞു. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് കൂടി ഒട്ടി നിൽക്കുമ്പോഴേ ഞങ്ങളുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നതാകൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഫലശൂന്യമായി പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന പിതാവേ, ഫലം ചൂടാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പന്നമാക്കണമേ. തകർന്നു പോയവരെ കർത്താവെ നീ തിരിച്ചു വിളിക്കണമേ. അകന്നുപോയ ബന്ധങ്ങളെ നീ കൂട്ടിയിണക്കണമേ. വീണ് പോയവരെ നീ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. തളർന്നു പോയവർക്ക് വീണ്ടും പറന്നുയരുവാനുള്ള ചിറകുകൾ കൊടുക്കണമേ.
എല്ലാവിധത്തിലും അവഗണിക്കപ്പെട്ടവർക്ക് വീണ്ടും പ്രത്യാശ നീ കൊടുക്കണമേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് എല്ലാവരെയും വീണ്ടും മാടി വിളിക്കണമെന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങയുടെ പിന്നേ വരുന്നു. കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിത്യസ്തുതിക്ക് യോഗ്യനേ, ആരാധന ആരാധന, പരിശുദ്ധമാം ദിവ്യകാരുണ്യമേ